കത്തിമുനിയിലെ ബാങ്ക് കവർച്ചയിൽ പ്രതി റിജു ആന്റണി റിമാൻഡിൽ. കുന്നംകുളത്തെ ബാറിൽ സംഘർഷത്തിൽ യുവാവിന്റെ തലയൂട്ടി അടിച്ച് തകർത്തു. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ചാരിറ്റിയുടെ മറവിൽ പീഡന ശ്രമം. ആശുപത്രിയിലെ ബില്ലടക്കാൻ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. മലപ്പുറം സ്വദേശി വാഖിയത്ത് കോയക്കെതിരെയാണ് പെൺകുട്ടി പരാതി നൽകിയത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രതി മലപ്പുറം സ്വദേശി വാക്കിയത്ത് കോയ പെൺകുട്ടിയോട് അശ്ലീല ചുവയോട് സംസാരിക്കുന്ന സംഭാഷണമാണിത്. ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ മേഖലയും നോക്കി മോളെ. എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ കൂടെ നിർത്താനൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യം മാർച്ച് മാസം കഴിയാതെ എനിക്കൊന്നും പറ്റൂല. അതാണ് എൻ്റെ വിഷയം. കാരണം നിന്നെ മനസ്സ് വേദനിപ്പിക്കാതിരുന്ന് നിന്നൊന്ന് ലാളിക്കാനൊക്കെ താല്പര്യമുണ്ട്. പിന്നെ അതിനൊന്നും ഇപ്പം നീ തയ്യാറല്ല. നിനക്ക് പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല എന്നുള്ള കണ്ടീഷനാണ്. എന്നാലും ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒത്തുവരണ്ടേ. ആശുപത്രിയിൽ കഴിയുന്ന പിതാവിന്റെ ചികിത്സയ്ക്ക് പണമില്ലാതിരുന്ന പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് ചൂഷണം നടത്താനാണ് പ്രതി ശ്രമിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ആശുപത്രി ബില്ലടയ്ക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ പ്രതി പിന്നീട് തന്റെ ഇംഗിതത്തിന് വഴങ്ങണമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുകയായിരുന്നു. പ്രതി വാക്കിയത്ത് കോയ പ്രലോഭിപ്പിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. പെൺകുട്ടിയുടെ വിശദമായ മൊഴി നടക്കാവ് പോലീസ് രേഖപ്പെടുത്തി. സംഭവത്തിൽ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് കേസെടുത്ത പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്. കണ്ണൂർ ചക്കരക്കല്ലിൽ MDMAയുമായി 3 പേരെ പോലീസ് പിടികൂടി. ചക്കരക്കൽ CI MP ആസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ചക്കരക്കൽ സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ MDMAയുമായി അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 6 ആയി. മുഴപ്പാല ആനേനിമെട്ടയിലെ പുത്തൻവളപ്പിൽ സാരംഗ്, മുഴപ്പാല കൂറേന്റെ പീടിക അനാമികയിൽ അമൃതലാൽ, ആനേനിമെട്ട നേരോത്ത് അഖിൽ പ്രകാശ് എന്നിവരെയാണ് MDMAയുമായി പോലീസ് പിടികൂടിയത്. മുഴപ്പാല ബംഗ്ലാവ് മെട്ടയിൽ വെച്ച് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന സംഘം പിടിയിലായത്. 6 ഗ്രാം MDMAയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ചക്കരക്കൽ CI MP ആസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൽ SIമാരായ പ്രേമരാജൻ, അജയകുമാർ, വിശാഖ്, സീനിയർ CPOമാരായ അജയൻ, ഷാജു എന്നിവരുമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ചക്കരക്കൽ കോയോട് വെച്ച് 135 ഗ്രാം MDMAയുമായി ആറ്റടപ്പ സ്വദേശി റാസിൽ റനീസ്, ചെമ്പിലോട് ചിരികണ്ടോത്ത് മണിയൻചിറയിൽ മഹേഷ്, ആറ്റടപ്പ രേരോത്ത് അർജുൻ എന്നിവരെയും പോലീസ് പിടികൂടിയിരുന്നു. ഇതോടെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ ചക്കരക്കല്ലിൽ നിന്ന് MDMAയുമായി പിടികൂടിയവരുടെ എണ്ണം 6 ആയി. ജനം, കണ്ണൂർ. കുന്നുകുളം പെരുമ്പിലാവ് KR ബാറിൽ സംഘർഷത്തിൽ യുവാവിന്റെ തലയൂട്ടി അടിച്ചു തകർത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഹോക്കി സ്റ്റിക്ക് പോലുള്ള വടി കൊണ്ട് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്കാക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ രക്തപ്രവാഹം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പരുക്കേറ്റ യുവാവിനെ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ജനം, തൃശൂർ. തൃശൂർ പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ് പ്രതി റിജു ആന്റണിയെ റിമാൻഡ് ചെയ്തു. 16 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. വൻ പോലീസ് സന്നാഹത്തോടെ ബാങ്കിലും വീട്ടിലും എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് ചാലക്കുടി കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത്.
കോട്ട ബാങ്ക് കവർച്ചാ കേസിലെ കവർച്ചാ പണം മുഴുവൻ പോലീസ് രാവിലെ തന്നെ കണ്ടെടുത്തിരുന്നു. അന്നനാട് സ്വദേശിയായ കടക്കാരന് നൽകിയ 2 ലക്ഷത്തിലധികം രൂപ ഇന്നലെ ഇയാൾ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തി തിരിച്ചേൽപ്പിച്ചിരുന്നു. ബാക്കിയുള്ള 12 ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിലെ കിടപ്പുമുറിക്ക് മുകളിലുള്ള ഷെൽഫിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. മോഷ്ടിക്കാൻ ഉപയോഗിച്ച കത്തിയും വസ്ത്രങ്ങളും വീട്ടിലെ അടുക്കളയിൽ നിന്നുമാണ് പോലീസ് പിടിച്ചെടുത്തത്. റിജോയെ ഇന്ന് പുലർച്ചെ വീട്ടിലെത്തിച്ചാണ് ഇവ കണ്ടെടുത്തത്. പ്രതിയെ ഉച്ചയോടുകൂടിയാണ് ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പിന്നീട് ഇയാളുടെ ആശാരിപ്പാറയിലെ വീട്ടിലുൾപ്പെടെ പരിശോധനയ്ക്ക് ശേഷം ചാലക്കുടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അതേസമയം 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ജനം, തൃശൂർ. ചേർത്തലയിൽ വീട്ടമ്മയെ മർദ്ദിച്ചു കൊന്നെന്ന പരാതിയിൽ പ്രതിയായ ഭർത്താവ് സോണിയെ 2 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിനും തുടർ ചോദ്യം ചെയ്യലിനുമായാണ് ചേർത്തല പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. അമ്മയെ അച്ഛൻ മർദ്ദിച്ചു കൊന്നതാണെന്ന് മകളുടെ പരാതിയിലായിരുന്നു ഭർത്താവ് സോണിയെ അറസ്റ്റ് ചെയ്തത്. ചേർത്തല മുട്ടം പണ്ടകശാലപ്പറമ്പിൽ സോണിയുടെ ഭാര്യ സജിയാണ് മരിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയവെയാണ് കഴിഞ്ഞ 9-ന് സജി മരിച്ചത്. വീട്ടിലെ കോണിപ്പടിയിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നായിരുന്നു ആശുപത്രിയിൽ ബന്ധുക്കൾ ആദ്യം പറഞ്ഞത്. എന്നാൽ സജിയുടെ മരണശേഷം അച്ഛൻ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും തല ഭിത്തിയിലിടിപ്പിച്ചുവെന്നും കാട്ടി 19 വയസ്സുകാരിയായ മകൾ നീഷ്മ ചേർത്തല പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി സജിയുടെ മൃതദേഹം കല്ലറ പൊളിച്ചു പുറത്തെടുത്തു. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതവും തലയോട്ടിയിലെ പൊട്ടലുകളും ആന്തരിക രക്തസ്രാവവും മരണകാരണമായെന്നായിരുന്നു സജിയുടെ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ചോദ്യം ചെയ്യലിൽ ഭാര്യയെ മർദ്ദിച്ചതായി സോണി സമ്മതിച്ചു. തുടർന്നാണ് പോലീസ് ഭർത്താവ് സോണിയെ അറസ്റ്റ് ചെയ്തത്. കോടതി റിമാൻഡ് ചെയ്ത സോണിയെ 5 ദിവസത്തിന് ശേഷമാണ് തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ മർദ്ദനം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ജനം, ആലപ്പുഴ. പാലക്കാട് തൃത്താലയിൽ ഹമാസ് ഭീകരവാദികളുടെ ചിത്രവുമായി പള്ളി ഉറൂസ്. ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് ഭീകരവാദികളുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. തൃത്താലപ്പള്ളിയിലെ ഉറൂസിനാണ് ഹമാസ് ഭീകരവാദികളുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. ഹമാസ് ഭീകരവാദിയായ ഇസ്മയിൽ ഹനിയെ, യഹ്യ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് ഉയർത്തിയത്. 2015 യുണൈറ്റഡ് സ്റ്റേറ്റ് അന്താരാഷ്ട്ര ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ തീവ്രവാദിയാണ് യഹ്യ സിൻവാർ. 2018 ഭീകര പട്ടികയിൽ ഇസ്മയിൽ എനിഹയെയും ഉൾപ്പെടുത്തിയിരുന്നു. തറവാടീസ് തെക്കേ ഭാഗം, മിന്നൽപ്പട തെക്കേ ഭാഗം എന്ന ടീമാണ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയത്. പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരെയും ചിത്രം നെറ്റിപ്പട്ടം കെട്ടിയ ആനപ്പുറത്തെ എഴുന്നള്ളിച്ചെങ്കിലും പോലീസ് വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. സംഭവത്തിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ജനം, പാലക്കാട്. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി ഇഡി. തട്ടിപ്പിലൂടെ പണമെത്തിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. വിദേശ നിക്ഷേപങ്ങൾ ഉണ്ടോ എന്നും സംശയമുണ്ട്. പ്രതി അനന്തകൃഷ്ണന്റെ 3 സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്കാണ് പാതിവില പദ്ധതി വിശ്വസിച്ച സാധാരണക്കാരുടെ പണമെത്തിയത്. അനന്തകൃഷ്ണനും സ്ഥാപനങ്ങൾക്കുമായി എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നെന്നും നിലവിൽ സീഡ് സൊസൈറ്റികൾ വഴിയും വ്യക്തിഗതമായും ശേഖരിച്ച കോടികൾ ഏതെല്ലാം അക്കൗണ്ടുകളിലേക്കാണ് മാറ്റിയതെന്നും കണ്ടെത്തേണ്ടതുണ്ട്. അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ തേടി ഇഡി ബാങ്കുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. പരമാവധി വേഗത്തിൽ വിവരങ്ങൾ കൈമാറാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുകളിലൂടെ 1.5 വർഷത്തിനിടെ 450 കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത്. പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ്, സോഷ്യൽ ബി വെഞ്ചേഴ്സ്, ഗ്രാസ് റൂട്ട് ഇന്നോവേഷൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്കാണ് പണമെത്തിയിരുന്നത്. ഈ അക്കൗണ്ടുകളിൽ നിന്ന് മറ്റാരുടെയെല്ലാം അക്കൗണ്ടുകളിലേക്ക് പണം പോയി എന്നും കണ്ടെത്തണം. രാഷ്ട്രീയ നേതാക്കളിൽ ചിലർക്കും ചില സാമൂഹ്യ പ്രവർത്തകർക്കും പണം കൈമാറിയതായി അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. ബാങ്കുകളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നതോടെ ഇതിലും വ്യക്തത വരും. ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഏറ്റെടുത്ത ഇഡി പരാതിക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തി തുടങ്ങിയിരുന്നു. മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി പ്രതിനിധികൾ ശനിയാഴ്ച മൊഴി നൽകാനെത്തിയിരുന്നു.
ഏതെല്ലാം അക്കൗണ്ടുകളിലേക്കാണ് പണം കൈമാറിയത് എന്നതടക്കമുള്ള വിവരങ്ങളും പണമിടപാടിന്റെ രേഖകളും സീഡ് സൊസൈറ്റി പ്രതിനിധികൾ കൈമാറിയിട്ടുണ്ട്. ജനം, കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണന് വിവിധ ബാങ്കുകളിലായി 21 അക്കൗണ്ടുകൾ. സോഷ്യൽ ബിവഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ പേരിലുള്ള അക്കൗണ്ടിലൂടെ മാത്രം 548 കോടി അനന്തകൃഷ്ണന് ലഭിച്ചു. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി അപേക്ഷയിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. പ്രതിയെ മൂവാറ്റുപുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ഇരുചക്രവാഹനം പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 143.5 കോടി രൂപയും അനന്തുവിന്റെ അക്കൗണ്ടിലെത്തിയെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. അനന്തു കൃഷ്ണന്റെ സോഷ്യൽ ബിവെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലെ 11 അക്കൗണ്ടുകൾ വഴി മാത്രം 548 കോടി രൂപ എത്തിയിട്ടുണ്ട്. അനന്തു കൃഷ്ണന് 21 ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത്. തട്ടിപ്പിന്റെ ഭാഗമായി 20,163 പേരിൽ നിന്ന് 60,000 രൂപ വീതവും 40,035 പേരിൽ നിന്ന് 56,000 രൂപ വീതവും കൈപ്പറ്റിയിട്ടുണ്ട്. വിവിധ അക്കൗണ്ടുകൾ വഴി 143.5 കോടി രൂപ എത്തിയിട്ടുണ്ട്. പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ്, സോഷ്യൽ ബിവെഞ്ചേഴ്സ്, ഗ്രാസ് റൂട്ട് ഇന്നോവേഷൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണമെത്തിയത് നേരത്തെ കണ്ടെത്തിയിരുന്നു. പാതിവില തട്ടിപ്പ് കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് അനന്തു കൃഷ്ണന്റെ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയിട്ടുണ്ട്. നിരവധി രേഖകളും പരിശോധിച്ചിരുന്നു. സ്കൂട്ടർ, ലാപ്ടോപ്പ് എന്നിവയെല്ലാം വിതരണം ചെയ്തായിരുന്നു തട്ടിപ്പുകൾ. ജനം, കൊച്ചി. പാതിവില തട്ടിപ്പിനിരയായ സ്ത്രീകൾ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സീഡ് സൊസൈറ്റിയുടെ പ്രൊമോട്ടർമാർക്ക് എതിരെ കേസെടുക്കുക, ഒപ്പം പോലീസ് തട്ടിപ്പിനിരയായ സ്ത്രീകൾക്കൊപ്പം നിൽക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ മാർച്ച്. നിരവധി വനിതകളാണ് ഈ പ്രതിഷേധ മാർച്ചിൽ അണിനിരുന്നത്. കണ്ണൂരിൽ പാതിവില തട്ടിപ്പിനിരയായ സ്ത്രീകൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ പ്രതിഷേധം ശക്തമാക്കുന്നത്. തട്ടിപ്പിന്റെ മുഖ്യ കണ്ണി അനന്തു കൃഷ്ണനെതിരെ മാത്രമല്ല, പ്രൊമോട്ടർമാർക്കെതിരെയും കേസെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മാത്രമല്ല, തങ്ങളുടെ പണം തിരിച്ചു കിട്ടും വരെ ഒരു തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യേണ്ട എന്ന കടുത്ത തീരുമാനവും ഇവർ എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രതികളിൽ നിന്ന് ആരോപിക്കുന്ന പ്രൊമോട്ടർമാർക്കെതിരെ ഇവർ കേസെടുത്തിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു ജാഥ ഇവിടെ നടത്തിയത്. ആരാണോ നമുക്ക് ഈ നീതി വാങ്ങിച്ചു തരുന്നത് അവരിപ്പം നമ്മളുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളിത് നീതി കിട്ടുന്നവരെ ഇല്ലെങ്കിൽ നമ്മളെ പറ്റിക്കപ്പെട്ട ഒരു സ്ത്രീകളും അവരുടെ കുടുംബാംഗങ്ങളും വോട്ട് ചെയ്യില്ല. അത് ഒഴിവാക്കി നമ്മൾ വോട്ട് ചെയ്യില്ല എന്നുറപ്പാണ്. തട്ടിപ്പിന്റെ വിഹിതം പറ്റിയവരുടെ സ്വത്ത് കണ്ടുകെട്ടി തട്ടിപ്പിന് ഇരയായവരുടെ പണം തിരികെ നൽകണമെന്നും ഇവർ പറയുന്നു. അവരെത്രത്തോളം അവർ ഇതിന്റെ പങ്ക് കൈപ്പറ്റിയെന്ന് അറിയില്ല. പക്ഷെ പങ്ക് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് കണ്ടുകെട്ടിക്കൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ പൈസ കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. അവരെല്ലാം അവർ കള്ളന്മാരായതുകൊണ്ടല്ലേ ഇതിന് കൂട്ടുന്നതിന്. ഈട് ഇപ്പം കൂടി നിൽക്കുന്ന കുറേ അമ്മമാരായാലും മക്കളായാലും അവരാരും ഭർത്താക്കന്മാരറിയാണ്ടോ ആങ്ങളാരറിയാണ്ടല്ലോ പൈസ അടച്ചവരുണ്ട് കുറേ ആള്. എന്താന്ന് വിചാരിക്കുക, അവരെന്നാ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി കിട്ടിയാൽ പെട്ടെന്ന് കിട്ടിയിട്ട് അവരെ മുമ്പിൽ കൊടുത്ത് 60,000 രൂപയ്ക്ക് കിട്ടിയ വണ്ടിയാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ വിചാരിച്ചിട്ട് കൊടുത്ത കുറേ ആളുണ്ട്. പക്ഷെ ഇവരിങ്ങനെ ചതിക്കുന്നത് നമ്മൾ ആരെങ്കിലും വിചാരിക്കാം. നമ്മൾ അയൽവാസികളല്ലേ നമ്മളെടുക്കാൻ വന്നിട്ട് പറയുന്നത് ചേരുന്ന്, എന്നിട്ടല്ലേ ചേരുന്നത്. കഷ്ടപ്പെട്ട പൈസയല്ലേ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? വിട്ടുകൊടുക്കൂലെന്ന് ഉറപ്പ്. ഇനിയും പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് ഇവരുടെ തീരുമാനം. ജനം, കണ്ണൂർ. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് വിധി വന്ന് 1.5 മാസം കഴിയുന്നതിന് മുൻപ് പരോൾ നൽകാൻ സർക്കാരിന്റെ നീക്കം. കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 8ാം പ്രതി സുബീഷ്, 15ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷിച്ചത്. പ്രതികൾ പരോളിന് അർഹരാണെന്ന വിചിത്ര വാദമാണ് അധികൃതർ ഉന്നയിക്കുന്നത്. കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ വിധി വന്ന് കൃത്യം 1.5 മാസം കഴിയുമ്പോൾ തന്നെ പ്രതികൾക്ക് പരോൾ നൽകാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 8ാം പ്രതി സുബീഷ്, 15ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. 8ാം പ്രതി സുബീഷ് കൃത്യത്തിൽ നേരിട്ട് പങ്കാളിയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതുമാണ്. നിയമപ്രകാരം പ്രതികൾ പരോളിന് അർഹരാണെന്നാണ് ജയിൽ അധികൃതരുടെ വാദം. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ 2 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയാൽ അവർക്ക് പരോൾ നൽകാമെന്നാണ്
ജയിൽ അധികൃതരുടെ ന്യായീകരണം. കേസിൽ കൊലപാതകം ചുമത്തപ്പെട്ട 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു. കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളും പരോളിന് അപേക്ഷിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചരമവാർഷിക ദിനത്തിലാണ് പ്രതികൾക്ക് പരോൾ നൽകാനുള്ള നീക്കവും ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജനം, കോഴിക്കോട്. പത്തനംതിട്ട പെരുന്നാട്ടിൽ CITU പ്രവർത്തകൻ ജിതിനെ കൊലപ്പെടുത്തിയത് CPM പ്രവർത്തകർ. കേസിലെ 1-ാം പ്രതി നിഖിലേഷ് CITU ടിപ്പർ യൂണിയൻ അംഗം, 4-ാം പ്രതി സുമിത്തും 7-ാം പ്രതി മിഥുനും DYFI സംഘടനാ ചുമതലയുള്ളവരാണ്. കൊലപാതകം BJPയുടെ മേൽ കെട്ടിവെക്കാനുള്ള CPMന്റെ ഗൂഢശ്രമമാണ് ഇതോടെ പൊളിഞ്ഞത്. ഇന്നലെ രാത്രിയാണ് CITU പ്രവർത്തകനായ ജിതിൻ ഷാജി കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. മടത്തുമൊഴി ഭാഗത്ത് യുവാക്കൾ ചേരിതിരിഞ്ഞ് സംഘർഷം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായിരുന്നു കത്തിക്കുത്തും കൊലപാതകവും. സംഘർഷത്തിൽ ജിതിനെ കൂടാതെ അനന്തു, വിഷ്ണു, ശരത് എന്നിവർക്കും പരിക്കേറ്റു. കൊലപാതകം നടന്ന് തൊട്ടുപിറകെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സംഭവം BJPയുടെ മേൽ കെട്ടിവെച്ചു. പെരുന്നാട് മടത്തുമൊഴിയിൽ ഇന്ന് വൈകിട്ട് DYFI പ്രവർത്തകരായിട്ടുള്ള മരിച്ച ജിതിനടക്കമുള്ള ആളുകൾ അവരുമായി BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ഇതോടെ കൊലപാതകത്തിന് പിന്നിൽ BJP എന്ന സംസ്ഥാന വ്യാപക പ്രചാരണം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യാജ പ്രചാരണം ആവർത്തിച്ച് രംഗത്ത് വന്നു. അവർ കണ്ടെത്തിയ മാർഗമാണ് യഥാർത്ഥത്തിൽ കൊലപാതക രാഷ്ട്രീയം. സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ചുമട്ടു മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനെയാണ് RSS BJP സംഘം മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത്. CPM പ്രവർത്തകർ പ്രതികളായ കേസിൽ തികച്ചും യാഥാർത്ഥ്യവിരുദ്ധമായ പ്രചാരണമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. കേസിലെ 1-ാം പ്രതി നിഖിലേഷ് പെരുന്നാട്ടിലെ CITU ടിപ്പർ ഡ്രൈവർ യൂണിയൻ മെമ്പർ, 4-ാം പ്രതി സുമിത്ത് DYFI സംഘടനാ ചുമതലയുള്ള പ്രവർത്തകൻ, മറ്റൊരു പ്രതി DYFI മടത്തുമൂഴി യൂണിറ്റ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മിഥുൻ മധു. ഇവർ DYFI സജീവ പ്രവർത്തകരായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളും സംഘടനാ പ്രവർത്തന ചിത്രങ്ങളും പുറത്തു വന്നു. സംഭവവുമായി BJPക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ജില്ലാ അധ്യക്ഷൻ VA സൂരജ് വ്യക്തമാക്കി. CPM പ്രവർത്തകർ പ്രതികളായ കേസ് BJPക്ക് മേൽ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നടന്നതെന്ന് VA സൂരജ് പറഞ്ഞു. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMുമായിട്ടും DYFIയുമായിട്ടും ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM പോഷക സംഘടനയുടെ ചുമതലകളുമായി പ്രതികൾ പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു എന്ന് BJP പെരുന്നാട് മണ്ഡലം പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രതികളായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന നിഖിലേഷ് ഇവരുടെ ടിപ്പർ ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ട് CITUവിന്റെ, അതിലെ കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ മറ്റുള്ള പ്രതികളായിട്ട് ഉള്ളവരെ DYFI മടത്തുമൂഴി യൂണിറ്റ് കമ്മിറ്റികളിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള മിഥുൻ മധു ആണ്. വേറൊരു പ്രതി കമ്മിറ്റി അംഗം സുമിത്ത്. അങ്ങനെ ഇവർ ഉൾപ്പെടെയുള്ള ഒരു CPMന്റെ തന്നെ CPM DYFIയുടെ ആൾക്കാർ തന്നെയാണ് ഈ കൊലപാതകളെല്ലാം. അപ്പൊ ഇവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരിപ്പോൾ ഇവരുടെ ഈ സർക്കാരിന്റെ പ്രവർത്തനം, അതുപോലെ ഈ CPMലെ തന്നെ പല ആൾക്കാരും ഇപ്പൊ മാറി നിൽക്കുകയാണ്. പല രീതിയിൽ ഇവരെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ എല്ലാം ഒന്നിപ്പിക്കുക, അതുപോലെ തന്നെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ജനദ്രോഹപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു കേസ് CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവർ BJPയുടെയും അതുപോലെ RSSന്റെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. CPMന്റെ വ്യാജ പ്രചാരണം പൊളിഞ്ഞതോടെ
അതുവരെ സംഭവത്തിന് പിന്നിൽ BJP ആണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ CPM നേതാക്കൾ പിന്നീട് പ്രതികരിക്കുമ്പോൾ തടി തപ്പാൻ തുടങ്ങി. എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ നിന്നാണ് വിവരം അറിഞ്ഞത്. അവിടെ പത്തനംതിട്ട ബന്ധപ്പെട്ട് വിവരം അന്വേഷിച്ച സമയത്ത് കിട്ടിയൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളോട് വന്നിട്ടുള്ളത്. ബാക്കി എന്താണെന്നുള്ളത് നാട്ടിൽ പോയതിനു ശേഷം എന്താണ് സ്ഥിതി എന്നുള്ളതിനെക്കുറിച്ച് നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. BJP പ്രവർത്തകർക്കോ അനുഭാവികൾക്കോ യാതൊരു ബന്ധവുമില്ലാത്ത കേസിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള CPMന്റെ ഗൂഢലക്ഷ്യങ്ങൾ പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുകയാണ്. ജനം, പത്തനംതിട്ട. യുവനടിയെ ബലാത്സംഗം ചെയ്തതിന് കേസിൽ നടൻ സിദ്ദിഖിന് കുരുക്ക്. സിദ്ദിഖ് കുറ്റക്കാരനെന്ന് കുറ്റപത്രം. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. രക്ഷപ്പെടാൻ സിദ്ദിഖ് നിർത്തിയ വാദഗതികൾക്കെതിരായും കുറ്റപത്രത്തിൽ തെളിവ്. ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിന്റെ പടിയിറക്കത്തിന് കാരണമായ പരാതിയിലാണ് സിദ്ദിഖ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. സിനിമയിൽ അവസരം നൽകാമെന്ന നടിയെ വിശ്വസിപ്പിച്ച് ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. 2016 ജനുവരി 20 സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിനെത്തിയ നടിയെ സിദ്ദിഖ് ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. നടിയെയും കുടുംബത്തെയും പ്രിവ്യൂ കാണാൻ സിദ്ദിഖ് ക്ഷണിച്ചതിനും യുവനടി മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിനും സിദ്ദിഖ് അവിടെ താമസിച്ചതിനും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. രക്ഷിതാക്കൾക്കൊപ്പം ഒരു സുഹൃത്തും യുവനടിക്കൊപ്പം ഉണ്ടായിരുന്നു. കുറ്റകൃത്യം നടന്ന സമയത്ത് ഉപയോഗിച്ച മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകാൻ സിദ്ദിഖ് തയ്യാറായിട്ടില്ല. എന്നാൽ യുവതിയുടെ പക്കൽ നിന്ന് അന്വേഷണ സംഘം സ്വീകരിച്ച ഡിജിറ്റൽ തെളിവുകൾ കേസിൽ നിർണായകമായി. കുറ്റകൃത്യം നടന്ന് 8 വർഷത്തിന് ശേഷമുള്ള പരാതി വ്യാജമെന്നായിരുന്നു സിദ്ദിഖ് വാദിച്ചത്. ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലെങ്ങും തന്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്നും സിദ്ദിഖ് വാദിച്ചു. എന്നാൽ സിദ്ദിഖിന്റെ അവകാശവാദം തെറ്റാണെന്ന് കുറ്റപത്രം പറയുന്നു. ബലാത്സംഗത്തിന് ശേഷം യുവതി എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അന്ന് പീഡന വിവരം തന്നോട് വെളിപ്പെടുത്തിയെന്നാണ് ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഏറ്റവും ശക്തമായ തെളിവുകളുള്ള കേസാണ് ഇതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.